ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു സിനിമ കാണാം. ഇന്ന് ഈ സിനിമയുടെ കഥ പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങളോട് എനിക്കൊരു ഡിസ്ക്ലൈമർ പറയാനുണ്ട്. നിങ്ങൾ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഒപ്പം തനിച്ച് താമസിക്കുന്നവരാണെങ്കിൽ കഴിവതും രാവിലെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. കാരണം അമ്മാതിരി ഒരു ക്രീപ്പി ഹൊറർ ജർമ്മൻ സിനിമയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാട്ടോ. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കെന്താണെന്നറിയത്തില്ല, അമ്മൂമ്മ വല്ലാത്തൊരു പേടി തോന്നി കേട്ടോ. ഈ സിനിമയെക്കുറിച്ചൊന്ന് ചുരുക്കി പറഞ്ഞാൽ 4-5 കൊല്ലങ്ങൾക്ക് ശേഷം അനിയത്തി സനയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് കുട്ടികളോടൊപ്പം ജന്മനാട്ടിൽ വന്നതാണ് എല്ല. പക്ഷെ ആ നാട്ടിലിപ്പോൾ താമസിക്കുന്നത് മൊത്തം പ്രായമായ ആളുകളായിരുന്നു. എന്നാൽ അന്ന് രാത്രി ആ പ്രായമായവർ ഈ നാട്ടിലെ ജനങ്ങളെ വേട്ടയാടാൻ ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരിക്കും? ഈ സിനിമയുടെ പേരാണ് ഓൾഡ് പീപ്പിൾ. സമയം കളയാതെ അടുത്ത ബെല്ലോടുകൂടി നമുക്ക് ഈ സിനിമ കണ്ടു തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യം, 500 സബ്സ്ക്രൈബേഴ്സ് എന്ന സ്വപ്നത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. ഈ സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് പണ്ട് കാലത്ത് ഒരു ദുഷ്ടശക്തി നല്ല മഴയുള്ള രാത്രിയിൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം മഴയൊക്കെ ഉണ്ട് കേട്ടോ, പ്രായമായ ആളുകളുടെ ശരീരത്തിൽ കയറും. എന്നിട്ടിത് അവരെ കൊണ്ട് ചെറുപ്പക്കാരായ ആളുകളെ കൊല്ലിക്കും. നമ്മുടെ നാട്ടിലല്ല, ജർമ്മനിയിലെ ഒരു അന്ധവിശ്വാസം ഇത് കേട്ടോ. അതുപോലെ തന്നെ ശക്തമായ മഴയും മിന്നലുമുള്ള ഒരു ജർമ്മനിയിലെ രാത്രി. വീട്ടിലെത്തി പ്രായമായ ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരു ഹോം നേഴ്സാണ് മെലീസ. ഈ ഗ്രാമത്തിൽ ഒറ്റപ്പെട്ട ഫ്ലാറ്റുകളിൽ കഴിയുന്ന ധാരാളം പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ മക്കളെല്ലാം നല്ല ജോലിയൊക്കെ തേടിയിട്ടോ അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ കിട്ടിയിട്ടോ നഗരത്തിൽ താമസിക്കുന്നവരാണ്. ഈ നാട് മൊത്തം ഇപ്പം നിലവിൽ പ്രായമായ ആൾക്കാരാണ്. മെലീസ അവളുടെ ജോലിയുടെ ഭാഗമായിട്ട് റെയിൻക്ക് എന്നൊരു അപ്പൂപ്പനെ നോക്കാനായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. ആ അപ്പൂപ്പനാണെങ്കിൽ തനിയെ നടക്കാനൊന്നും പറ്റാതെ ഫുൾ ടൈം വീൽ ചെയറിലായിരിക്കുന്നത്. മെലീസയാണെങ്കിൽ ആ ഫ്ലാറ്റ് മൊത്തം നോക്കിയിട്ടും റെയിൻകിനെ കാണുന്നില്ല. അന്നേരമാണ് റെയിൻക്ക് കയ്യിലൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായിട്ട് വന്നിട്ട് ആളിങ്ങനെ തനിയെ നടന്നു വന്നിട്ട് മെലീസയെ തലക്കടിച്ചു കൊല്ലുന്നത്. എന്നിട്ട് അയാൾ ജനൽ തുറന്നിട്ട് ഒരു പ്രത്യേക ശബ്ദത്തിൽ ഈ ഓരിയിടുന്ന പോലെ ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ഗ്രാമത്തിന്റെ അതിർത്തി ഭാഗങ്ങളിൽ ചില സ്ഥലത്തുനിന്ന് തീയും പുകയൊക്കെ വരുന്നുണ്ട്. എന്തോ ഒരു വലിയ അപകടം വരാനിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ നായിക എല്ലയും മക്കളായ നോവയും ലോറയും കാണിക്കുന്നത്. എല്ലയുടെ സഹോദരി സനയുടെ കല്യാണത്തിന് പങ്കെടുക്കാനായിട്ടാണ് അവരിവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോഴാണ് എവിടെ എത്തിയെന്നറിയാനായിട്ട് സന വിളിക്കുന്നത്. പ്രതിശ്രുത വരൻ മാലിക്കും ഒപ്പമുണ്ട്. അപ്പൂപ്പൻ എവിടെയെന്ന് ലോറ ചോദിക്കുമ്പോഴേക്കും കോൾ കട്ടായി പോവും. എല്ലയുടെയും സനയുടെയും അച്ഛനാണ് ഐക്ക്. നോവയാണേല് വളരെ കാലത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. അവൻ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ കല്യാണത്തിൽ പങ്കെടുക്കാൻ മാത്രമല്ല, 4-5 കൊല്ലമായിട്ട് കാണാതിരുന്ന മുത്തശ്ശനെയും പിന്നെ അവന്റെ അച്ഛൻ ലൂക്കസിനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാ. ആ സന്തോഷത്തില് നോവ പണ്ട് അച്ഛനും മുത്തച്ഛനും ഒക്കെ പാടിയിരുന്ന പാട്ട് പാടിയിട്ട് ചേച്ചി ലോറയോടും കൂടെ ഒപ്പം പാടാൻ ആവശ്യപ്പെടുമ്പം ലോറയ്ക്ക് അതിലൊന്നും അത്ര താല്പര്യമില്ല. എല്ലയും ഭർത്താവ് ലൂക്കസും തമ്മിൽ വേർപിരിഞ്ഞിട്ട് എല്ലാ പിള്ളേരെയും കൊണ്ട് ഈ ഗ്രാമം വിട്ട് ബെർലിനിലേക്കാണ് പോയത് കേട്ടോ. ഈ ഗ്രാമത്തിന്റെ അതിർത്തിയിലാണ് ലൂക്കസും താമസിക്കുന്നത്. ആളൊരു വെറ്റിനറി ഡോക്ടറാണ്. കൂടെ ഗേൾഫ്രണ്ട് കിമ്മും ഉണ്ട്. അവള് ജോലി ചെയ്യുന്നത് ആ ഗ്രാമത്തിലെ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. സനയുടെ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് കിം നേരത്തെ അവധി എടുത്തായിരുന്നേലും ഇന്നലെ രാത്രി മുഴുവനും ഓൾഡ് ഏജ് ഹോമിലെ ആളുകൾ ഭക്ഷണമൊന്നും കഴിക്കാതെ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് അവക്കിപ്പോൾ അവിടേക്ക് പോകണം. അപ്പം ഇന്നത്തെ രാത്രി സനയുടെ റിസപ്ഷനിൽ പങ്കെടുക്കാൻ നീ വരത്തില്ലേ? നീ ഇല്ലേല് ഞാനും പോകുന്നില്ലെന്ന് ലൂക്കസ് പറയുമ്പം കിം അത് സമ്മതിക്കത്തില്ല. ജോലി കഴിഞ്ഞാലുടൻ കിം ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് നേരെ സനയുടെ വീട്ടിലേക്ക് തന്നെ വരും. പിള്ളേര് വരുന്നത് തന്നെ ഈ ലൂക്കസിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് കിമ്മിനും അറിയാം. അതുകൊണ്ട് ഇവിടുത്തെ ജോലി കഴിഞ്ഞാലുടൻ പിള്ളേരെ പോയി കണ്ടിട്ട് അവർക്കൊപ്പം സമയം ചെലവഴിച്ചോണം, ഞാൻ അവിടേക്ക് വന്നോളാന്നും പറഞ്ഞിട്ട് കിമ്മ് ജോലിക്ക് പോകും. ലൂക്കസിനാണെങ്കിൽ കിമ്മിന് ഒരുപാട് ഇഷ്ടം കേട്ടോ. എല്ലാ പിള്ളേരും തറവാട്ടിലെത്തുമ്പം സനയും മറ്റ് ജോലിക്കാർക്കൊപ്പം രാത്രി റിസപ്ഷന് വേണ്ടിയിട്ട് വീട് അലങ്കരിക്കുക. മാലിക്കാണേലും ഇപ്പോഴേ കല്യാണ വേഷത്തിൽ റെഡിയായിട്ട് നിൽക്കുക. തറവാട് മൊത്തം പൊടി പിടിച്ച് കിടന്നുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഇതൊന്ന് റിനോവേറ്റ് ചെയ്യാനും പിന്നെ അല്ലറ ചില്ലറ പണികൾക്കൊക്കെ ആയിട്ട് സനയും മാലിക്കും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ കല്യാണത്തിനൊക്കെ ഒരു 3 ദിവസം മുമ്പേ തന്നെ എന്തൊരു ബഹളമായിരിക്കും. ജർമ്മനിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. കല്യാണം നടക്കുന്നത് ഗ്രാമത്തിന് പുറത്തുള്ള പള്ളി വെച്ചാ. എന്നിട്ട് വൈകിട്ട് റിസപ്ഷൻ ഈ തറവാട്ടി വെച്ച് നടത്താനാണ് സനയുടെ പ്ലാൻ. ഗ്രാമത്തിലെ പള്ളിക്ക് എന്തു പറ്റിയെന്ന് എല്ലാം ചോദിക്കുമ്പം ഈ ഗ്രാമത്തിൽ ഇപ്പം ചെറുപ്പക്കാരൊന്നുമില്ല, എല്ലാവരും ജോലിക്കായിട്ട് നഗരത്തിലേക്ക് പോയിരിക്കുക. ഈ നാട്ടിലിപ്പം പ്രായമായ ആളുകൾ മാത്രമേ ഉള്ളൂ. മിക്കവർക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ. ആരും ചെല്ലാത്തോണ്ട് ഈ ഗ്രാമത്തിലെ പള്ളി അടച്ച്. ആദ്യ രാത്രി സന പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവരുടെ തറവാടിനോട് ചേർന്നിട്ടുള്ള ഒരു വുഡ് ഹൗസിലാണ്. വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്കെല്ലാം നഗരത്തിലെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അതുകൊണ്ട് നേരെ പള്ളിയിലോട്ട് വന്നോളും.
ഈ തറവാട്ടില് പണ്ട് ലൂക്കസ് മക്കൾക്ക് വേണ്ടി കെട്ടിക്കൊടുത്തൊരു ഊഞ്ഞാലുണ്ട്. പിരിയുന്നതിന് മുമ്പ് വരെ ലൂക്കസ് എല്ലയ്ക്കൊപ്പം ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോഴാണ് നോവ വന്നിട്ട് ഈ വീടിനകത്ത് എവിടാണ്ട് ഒരു രഹസ്യ തുരങ്കം ഉണ്ടെന്ന് പണ്ട് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്. ആ തുരങ്കത്തിലൂടെ പോയാൽ നമ്മുടെയൊക്കെ വേറൊരു വീട്ടിലെത്താന്നും പറഞ്ഞിട്ടുണ്ട്. ആ തുരങ്കം എവിടാന്ന് ചോദിക്കും. ഇത് കേട്ട് എല്ലാം ചിരിച്ചോണ്ട് അതൊക്കെ പണ്ട് ഉപയോഗിച്ചതാ, ഇപ്പോഴാണേലും മണ്ണും ചെളിയും ഒക്കെ വീണ് ആ തുരങ്കമൊക്കെ അടഞ്ഞു കാണുമെന്ന് പറയും. അപ്പോഴാണ് എല്ലാ ഡാഡി എവിടാന്ന് തിരകുന്നത്. ഐക്കിനെ സന ഇവിടുത്തെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കിയിരിക്കുക. അത് കേട്ട് എല്ലയൊന്നും ഞെട്ടും. അവള് കരുതിയിരുന്നത് ഐക്ക് ഇപ്പോഴും തറവാട്ടിൽ തന്നെ താമസിക്കുന്നതെന്നാ. എല്ലാം ലൂക്കസുമായിട്ട് പിരിഞ്ഞ് ഈ നാട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചത് ഐക്കിനൊട്ടും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ലൂക്കസുമായിട്ട് പിരിഞ്ഞു പോയാൽ ഇനി ഈ വീട്ടിലേക്ക് വരരുതെന്നും പറഞ്ഞിട്ട് ഐക്ക് എല്ലയുമായിട്ട് പിണങ്ങും. സനയും എല്ലയുമായിട്ടൊന്നും മിണ്ടാൻ സമ്മതിച്ചിരുന്നില്ല. 4-5 കൊല്ലമായിട്ട് എല്ലയ്ക്ക് ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. ഇപ്പം സന വിവാഹത്തിന് വിളിച്ചതിന് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം ഈ പിള്ളേരുമായിട്ട് എല്ല ഇവിടെ വന്നിരിക്കുന്നത്. എന്നാലും ഡാഡി എന്തിനാ വൃദ്ധസദനത്തിലാക്കിയെന്ന് എല്ല ചോദിക്കുമ്പം സനയ്ക്കും ജോലി കിട്ടി, അവളും ഈ നാട്ടിൽ നിന്ന് പോയി. ആരും നോക്കാനില്ലാത്തോണ്ട് ഐക്കിനെ അവൾ ഓൾഡ് ഏജ് ഹോമിലാക്കി. അവിടെ ആകുമ്പം നോക്കാൻ ഡോക്ടറും നേഴ്സും പിന്നെ സംസാരിക്കാനും സമയം കളയാനും ഒക്കെ സമപ്രായത്തിലുള്ള ആളുകളും ഉണ്ടല്ലോ. ഒറ്റപ്പെടലും ഉണ്ടാവത്തില്ല. അപ്പോഴാണ് നോവ വന്നിട്ട് മുത്തച്ഛൻ എവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത്. മുത്തച്ഛനെ തൽക്കാലത്തേക്ക് വേറൊരിടത്തേക്ക് നിർത്തിയേക്കുക, നമുക്ക് പോയി വിളിക്കാമെന്ന് എല്ലാവനോട് പറയും. യാത്രാക്ഷീണം കൊണ്ട് റൂമിൽ വന്ന് കിടക്കുമ്പോഴാണ് ലോറയ്ക്ക് അവിടെ ജനലിനടുത്ത് ആരാണ്ട് ബൈക്ക് അരപ്പിക്കുന്നത് പോലെ തോന്നുന്നത്. പോയി നോക്കുമ്പം ആളുടെ ബാല്യകാല സുഹൃത്ത് അലക്സ് ആണ്. ലോറ വരുന്ന കാര്യം അറിഞ്ഞിട്ട് കാണാനായിട്ട് വന്നതാണ് അലക്സ്. രണ്ടുപേരും തമ്മിൽ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. നാട് കാണിക്കാൻ കൊണ്ടുപോകാൻ വരുന്നോന്ന് ചോദിക്കുമ്പോഴാണ് നോവ അവളുടെ മുറിയിലേക്ക് വരുന്നത്. അവൻ അമ്മയ്ക്കും ആന്റിക്കും ഒപ്പം മുത്തശ്ശനെ വിളിക്കാനായിട്ട് പോവുകയാണ്. ചേച്ചി വരുന്നില്ലെന്ന് അവൻ ചോദിക്കുമ്പം അലക്സ് താഴെ കാത്തു നിൽക്കുന്ന സ്ഥിതിക്ക് ലോറ എന്തായാലും ഇവർക്കൊപ്പം പോകത്തില്ലല്ലോ. നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ലോറ നോവയ്ക്ക് അവന്റെ ഇൻഹേലർ കൊടുത്തിട്ട്, ഒന്നാമത് ഇവിടെ മൊത്തം മഞ്ഞും മഴയും ഒക്കെയോ, ഇത് മറക്കാതെ തന്നെ നിന്റെ കയ്യിൽ വെക്കാൻ പറയും. എല്ലയും സനയും പോകുന്ന വഴിക്കൊക്കെ കുറെ പ്രായമായ ആളുകൾ മാത്രമാണ് നിൽക്കുന്നത്. ഒരൊറ്റ ചെറുപ്പക്കാരില്ല കേട്ടോ. ഐക്കിനെ വിളിക്കാൻ പോകുന്ന വഴിയാണ് പിള്ളേരെ കാണാനായിട്ട് ലൂക്കസ് വീട്ടിലേക്ക് വരുന്നത് എല്ല കാണുന്നത്. ലൂക്കസിനെ കണ്ടതും നോവ ഉടനെ സന്തോഷം കൊണ്ട് കാറിൽ നിന്നിറങ്ങിയിട്ട് ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിക്കും. പരസ്പരം പിരിഞ്ഞെങ്കിലും രണ്ടുപേർക്കും ഇടയിൽ ശത്രുതയൊന്നുമില്ല. ലോറ എന്തിയെന്ന് ലൂക്കസ് ചോദിക്കുമ്പം ലോറ വീട്ടിലുണ്ട്, ഞങ്ങള് അച്ഛനെ വിളിക്കാനായിട്ട് പോകുകയെന്ന് എല്ല പറയുമ്പം ലോറ വീട്ടിൽ കാണാനൊന്നും വഴിയില്ല, അവൾ മിക്കവാറും അലക്സിനെ കാണാൻ പോയി കാണുമെന്ന് സന പറയും. വളർന്നിട്ട് വേണം നോവയ്ക്കും ഒരു ഗേൾഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ. കല്യാണത്തിനും റിസപ്ഷനും വരാൻ മറക്കല്ലേന്ന് സന ഒരിക്കൽ കൂടെ ലൂക്കസിനെ ഓർമ്മിപ്പിക്കും. സന പറഞ്ഞതുപോലെ തന്നെ ലോറ അലക്സിനൊപ്പം അവന്റെ സ്പീഡ് ബോട്ടിൽ കടൽ കാണാൻ ഇറങ്ങിയേക്കുക. അലക്സ് ആണെങ്കിൽ സ്പീഡ് ബോട്ട് ഓടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ട് ആട്ടോ. ഓൾഡ് ഏജ് ഹോമിലെത്തുമ്പം ഭക്ഷണമൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുക, ഒരു വൃത്തിയൊന്നും ഇല്ലാത്ത പോലെ. അവിടെ താമസിക്കുന്ന പ്രായമായവരൊക്കെ ഒരു സന്തോഷവും ഇല്ലാതെ ആരോടും മിണ്ടാതെ ഒരിടത്ത് ഇങ്ങനെ കൂനി കൂടിയിരിക്കുക. ഒരമ്മൂമ്മയാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റാതെ അത്രയ്ക്ക് പ്രായമായിട്ട് ബെഡിൽ കിടക്കുക. നമുക്ക് ഈ അമ്മൂമ്മയെ തൽക്കാലം ഡെയ്സി എന്ന് വിളിക്കാം. ആളെ മറക്കണ്ട, ആളെ ഓർത്തു വെച്ചോ. മുന്നോട്ട് പോകുമ്പം ഒരപ്പൂപ്പനാണെങ്കിൽ എല്ലേ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മോള് അന്നെ വിളിക്കാൻ വന്നതാന്ന് കരുതി അടുത്തോട്ട് ചെല്ലും. അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് എല്ലയ്ക്കും സനയ്ക്കും ഒക്കെ നല്ല സങ്കടമാവുന്നുണ്ട്. ലൂക്കസിന്റെ ഗേൾഫ്രണ്ടില്ലേ കിം, അവരിവിടെ ആട്ടോ വർക്ക് ചെയ്യുന്നത്. ഇവര് വന്നത് മനസ്സിലാക്കിയിട്ട് അവൾ അവിടോട്ട് വരും. കിമ്മും ലൂക്കസും തമ്മിലുള്ള ബന്ധമൊക്കെ സനയ്ക്കും അറിയാം, എല്ലയ്ക്കും അറിയാം. കിം ഉൾപ്പെടെ വെറും 3 പേരാണ് ഈ 19ഓളം വരുന്ന ഈ പ്രായമായവരെ നോക്കാനായിട്ട് ഇവിടെ ഉള്ളത്. കിമ്മിനും ഈ ജോലിയൊക്കെ മടുത്തു തുടങ്ങി. പക്ഷേ ലൂക്കസിന് ഈ നാട് വിട്ട് പുറത്തു പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കിമ്മു ഇവിടെ നിൽക്കുന്നത്. പ്ലേറ്റും ഭക്ഷണവും ഒക്കെ പൊട്ടിക്കിടക്കുന്ന കാര്യം എല്ലാം ചോദിക്കുമ്പം പൊതുവെ ഇവിടെയുള്ള പ്രായമായിട്ടുള്ളവരെല്ലാവരും പാവങ്ങളാ. പക്ഷേ ഇന്നലത്തെ ഇടിയും മിന്നലും ഒക്കെ തുടങ്ങിയ ശേഷം പേടിച്ചിട്ടാണോ എന്തോ ചിലരൊക്കെ അല്പം വയലന്റ് ആയിട്ട്, ചിലരൊക്കെ ഭയങ്കര സാഡായിട്ട് ഇരിക്കുക. എന്താ പറ്റിയെന്ന് കിമ്മിനും വലിയ പിടുത്തമില്ല. ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ചില പ്രായമായവരെ ഇവര് ബെഡിനോട് ചേർന്ന് കെട്ടിവെച്ചിരിക്കുക. അപ്പൂപ്പനെ നോക്കി നടക്കുന്ന നോവ അവനെ ശ്രദ്ധിച്ചു നിൽക്കുന്ന പ്രായമായ ഒരാളെ കാണും. തൽക്കാലം നമുക്ക് ഇയാളെ ലൂസിഫർ എന്ന് വിളിക്കാം. അയാള് നോവയോട് കൂടെ വരാനായിട്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും. ഉടനെ നോവ ഹിപ്നോട്ടൈസ് ആയതുപോലെ അയാൾക്കൊപ്പം ചെല്ലും. പേടിക്കാനൊന്നുമില്ല, അയാൾ നോവയും കൊണ്ട് ചെല്ലുന്നത് ഐക്കിരിക്കുന്നിടത്തേക്കാ. പക്ഷേ പോകുന്ന വഴി പ്രായമായവരെല്ലാം അവനെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക. ഐക്കാണേൽ അല്പം മാറിയിട്ട് ഇങ്ങനെ വിദൂരതയിലോട്ട് കണ്ണു നട്ടിരിക്കുക. നോവ ചെന്നിട്ട് ഞങ്ങൾ അപ്പൂപ്പനെ കൊണ്ടുപോകാൻ വന്നതാ, വീട്ടിലെത്തിയപ്പോൾ മുതൽ എനിക്കും ചേച്ചിക്കും അപ്പൂപ്പനെ മിസ് ചെയ്യുമായിരുന്നു എന്ന് പറയും. അപ്പോഴേക്കും എല്ലയും സനയും അവിടേക്ക് വരും. ആ ലൂസിഫർ അപ്പൂപ്പനാണേൽ നോവയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിരിപ്പുണ്ട്. എല്ലയ്ക്കും ഡാഡിയുടെ അവസ്ഥ കണ്ടിട്ട് വിഷമം വരുന്നുണ്ട്. അപ്പോഴാണ് എല്ല ഈ ചുറ്റും കൂടി നിൽക്കുന്നവരെല്ലാം ഇവരെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നത് കാണുന്നത്. ഉടനെ എല്ല കിമ്മിനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പം പൊതുവെ ഇവിടെ ഇങ്ങനെ ആരെയും കാണാനായിട്ട് മക്കളൊന്നും വരുത്തൊന്നുമില്ല. ഐക്കിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നിങ്ങൾ വന്നതിൻ്റെ ആ ഒരു അതിശയവും
പിന്നെ സ്വന്തക്കാരെ കാണാത്ത സങ്കടമൊക്കെ കൊണ്ടായിരിക്കും ഇവരിങ്ങനെ പെരുമാറുന്നതെന്ന് കിം പറയും. കടലിലെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അലക്സ് ലോറയുമായിട്ട് പോകുന്നത് ഒരു കാട്ടിലേക്കാ. ആ കാട്ടിലൊരു പ്രതിമയുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ഈ പ്രതിമയെ എല്ലാവരും ആരാധിച്ചിരുന്നു. സത്യത്തില് ഇത് ദൈവത്തിന്റെ പ്രതിമയൊന്നുമല്ല, പ്രായമായവരെ നോക്കാതിരിക്കുന്നവരെ കൊല്ലുന്ന സാത്താന്റെ പ്രതിമയായത്. വീട്ടില് പ്രായമായവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യാതിരിക്കുന്ന മിന്നലുള്ളൊരു ദിവസം ഈ സാത്താൻ ഭൂമിയിലോട്ട് വന്നിട്ട് ആളുകളെ മൊത്തം കൊല്ലുമെന്നാണ് വിശ്വാസം. ഇപ്പം ഈ പ്രതിമയൊന്നും ആരും ആരാധിക്കാറുമില്ല. ആരാധിക്കാനായിട്ട് ഇവിടെ ചെറുപ്പക്കാരൊന്നും ഇല്ലല്ലോ. ഈ സമയം ഓൾഡ് ഏജ് ഹോമില് ഐക്കിന്റെ അവസ്ഥ കണ്ടിട്ട് ഇനി എന്തായാലും അച്ഛനെ ഇവിടെ നിർത്തുന്നില്ലെന്ന് പറയും. ഇത് കേട്ട് ഇത്രയും നേരം അനങ്ങാതിരുന്ന ഐക്കിനും കരച്ചിൽ വരും. എന്നിട്ട് അവര് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഐക്കിനെയും കൊണ്ട് അവിടെ ഇറങ്ങും. പക്ഷേ ഇവരിറങ്ങുന്നത് ലൂസിഫർ അപ്പൂപ്പൻ ജനലിന്റെ അടുത്ത് നിന്ന് നോക്കുന്നുണ്ട്. ആളുടെ നോട്ടം കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല കേട്ടോ. ലോറ ഇന്നത്തെ സനയുടെ കല്യാണം കഴിഞ്ഞാൽ നാളെ തന്നെ ബെർലിനിലേക്ക് തിരിച്ചു പോകും. പോയാൽ എപ്പോഴാ ഇനി നമ്മൾ തമ്മിൽ കാണുന്നതെന്ന് അവള് ചോദിക്കുമ്പോഴാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ലോറ താമസിക്കുന്നിടത്തേക്ക് തന്നെ സ്ഥിരതാമസത്തിനായിട്ട് അലക്സും കുടുംബവും പോവാനിരിക്കുക. അതുകൊണ്ടിനി നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാന്നാവും പറഞ്ഞതും ലോറയും ഹാപ്പിയാവും. അങ്ങനെ സന്തോഷമായിട്ട് തന്നെ സനയുടെയും മാലിക്കിന്റെയും കല്യാണം കഴിയും. അവിടുന്ന് റിസപ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും തറവാട്ടിലോട്ടും ചെല്ലും. അലക്സും ലോറയും കിട്ടിയ ഗ്യാപ്പിൽ പ്രണയിക്കുന്നുണ്ട്. നോവയാണേല് ലൂക്കസിനും കിമ്മിനും ഒപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. ഐക്ക് മാത്രം എന്തോ ഒരു ദുരന്തം വരാനിരിക്കുന്ന ഭാവത്തിലാട്ടോ ഇരിക്കുന്നത്. ശരിക്കും എല്ലയ്ക്കും ലൂക്കസിനും തമ്മിൽ പിരിയാൻ മാത്രമുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എല്ലയ്ക്ക് ബെർലിനിൽ പോയിട്ട് അവിടെ പിള്ളേരെ സ്കൂളിലാക്കിയിട്ട് സിറ്റിയിൽ ജീവിക്കണമെന്നുള്ള ഒറ്റ വാശി കാരണമാണ് ഇവർ പിരിഞ്ഞത്. പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലോറയും നോവയും വന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ഫാമിലി ഡാൻസ് കളിക്കും. ഇത് പക്ഷെ കിമ്മിനൊട്ടും ഇഷ്ടപ്പെടത്തില്ല. അത് മനസ്സിലായ ലൂക്കസ് നേരെ അവളുടെ അടുത്തോട്ട് ചെല്ലും. എല്ലയ്ക്കും അത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പാർട്ടിയൊക്കെ തകൃതിയായിട്ട് നടക്കുമ്പോഴാണ് ഓൾഡ് ഏജ് ഹോമിലെ ജനല് വഴി അവിടുത്തെ പ്രായമായവര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് കഥ തുടങ്ങാൻ പോന്നെ. ഞാൻ പറഞ്ഞില്ലേ, കിം ഉൾപ്പെടെ ആകെ 3 ജോലിക്കാരെ ഇവിടെ ഉള്ളു. അതിലിപ്പോ കിം ആണെങ്കിൽ സനയുടെ വീട്ടിലുവാ. ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കിടന്നുറങ്ങിയിട്ട് വേണം ഈ 2 ജോലിക്കാർക്കും ഒന്ന് ഉറങ്ങാനായിട്ട്. അതുകൊണ്ട് സനയുടെ തറവാട്ടിലെ പാർട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന ജനല് കൂട്ടത്തിലെ മെയിൽ നേഴ്സ് അടച്ചതും നേരത്തെ വയ്യാതെ കിടന്ന നമ്മുടെ ഡെയ്സി അമ്മൂമ്മയില്ലേ, അവനെ അവര് അങ്ങോട്ട് ആക്രമിക്കും. വെട്ടം മിന്നി മറയുന്നത് കണ്ടിട്ട് ഫീമെയിൽ നേഴ്സ് പവർ റൂമിലോട്ട് പോയി നോക്കുമ്പം അവിടെ ഒരു അമ്മ പവർ മൊത്തം ഓഫ് ചെയ്യും. അത് കണ്ട് പേടിച്ചിട്ട് ഫീമെയിൽ നേഴ്സ് മുകളിലേക്ക് വരുമ്പം കാണുന്നത് മെയിൽ നേഴ്സിനെ എല്ലാവരും കൂടെ കൊല്ലുന്നതാ. എമർജൻസിയിൽ വിളിക്കാൻ നോക്കുമ്പം ആ നേഴ്സിനെ ലൂസിഫർ അപ്പൂപ്പൻ തലക്കടിച്ചു കൊല്ലും. എന്നിട്ട് ലൂസിഫർ അപ്പൂപ്പൻ നേരെ ഓൾഡ് ഏജ് ഹോമിന് പുറത്തിറങ്ങും. ഇതൊന്നും അറിയാതെ റിസപ്ഷന് വന്നവരൊക്കെ തിരിച്ചു പോവുക. നാളെ തിരിച്ചു പോകുന്നതിന് മുമ്പ് വീണ്ടും കടലിനടുത്ത് ഒന്നുകൂടെ കാണണമെന്ന് ലോറ അലക്സിനോട് പ്രത്യേകം പറയും. അങ്ങനെ വീട്ടില് എല്ലാം പിള്ളേരും ഐക്കും പിന്നെ സനയും മാലിക്കും മാത്രമാവും. സനയും മാലിക്കും ആദ്യ രാത്രി ആഘോഷിക്കാനായിട്ട് നേരെ വുഡ് ഹൗസിലോട്ടും പോകും. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന നോവയാണേല് എല്ലാം അടുത്ത് എന്നതും ഡാഡി പോകാതെന്ന് നമുക്കൊപ്പം ഇവിടെ കിടന്നിരുന്നില്ലെന്ന് പറയും. എല്ലയ്ക്കും പിരിഞ്ഞേലിപ്പോൾ അല്പം കുറ്റബോധമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ പതിവില്ലാത്ത രീതിയിൽ കിം ആണേല് സൈലന്റ് ആയിട്ടിരിക്കുന്നത് ലൂക്കസ് ശ്രദ്ധിക്കും. കാര്യം എന്താണെന്ന് അയാൾക്ക് അറിയാലോ. ആദ്യ രാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വുഡ് ഹൗസിന്റെ വാതില് പതിയെ തുറന്നിട്ട് നമ്മുടെ ലൂസിഫർ അപ്പൂപ്പൻ ആ വീട്ടിലോട്ട് വരുന്നത്. അയാൾ അകത്ത് കയറിയതും അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരികൾ തനിയണയും. എനിക്ക് തോന്നുന്നു പ്രായമായവരെ ശ്രദ്ധിക്കാതിരിക്കുമ്പം ഭൂമിയിലേക്ക് വരുന്ന ഒരു ചെകുത്താന്റെ കാര്യം അലക്സ് പറഞ്ഞില്ലേ, ആ ആത്മാവ് കയറിയിരിക്കുന്നത് ഇയാളുടെ ദേഹത്താന്ന് തോന്നുന്നു. എന്നിട്ട് അയാൾ അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ ഗോളം പോലൊരു സാധനം എടുത്തിട്ട് ആളുടെ സോക്സിലാക്കി അതൊരു ആയുധമാക്കിയിട്ട് അതുമായിട്ട് മാലിക്കിനെ ആക്രമിക്കും. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സനയെയും അയാൾ കൊല്ലും. തിരികെ വീട്ടിലെത്തിയ കിമ്മും ലൂക്കസും നോക്കുമ്പം അവരുടെ വീടിനടുത്ത് പ്രായമായ ഒരു മനുഷ്യൻ നിപ്പുണ്ട്. ആരാന്നറിയാനായിട്ട് കിമ്മ് ടോർച്ച് അടിച്ച് നോക്കുമ്പം അത് ഓൾഡ് ഏജ് ഹോമിലെ കെട്ടിയിട്ട ആളാന്ന് അവക്ക് മനസ്സിലാവും. എന്നാലും ഇയാളെങ്ങനെ ഇവിടെ എത്തിയെന്ന് അവക്ക് മനസ്സിലാവത്തില്ല. ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് വില്ലേജിന്റെ അടുത്തുനിന്ന് തീ ഉയരുന്നത് ലൂക്കസ് കാണുന്നത്. അപ്പോഴേക്കും ഗ്രാമത്തിലെ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവും. എന്തൊക്കെയോ ബഹളം ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാം കേൾക്കുന്നുണ്ട്. എന്താണെന്നറിയാനായിട്ട് ലൈറ്റ് ഇട്ട് നോക്കുമ്പം കറണ്ട് ഇല്ല, കാരണം നേരത്തെ ഓഫ് ആയിരുന്നല്ലോ. ഉടനെ ലോറയുടെ മുറിയിൽ പോയി നോക്കുമ്പം അവൾ അവിടെ ഇല്ല. പക്ഷെ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടപ്പുണ്ട്. ലോറ പുറത്തുണ്ടെന്ന് കരുതിയിട്ട് എല്ലാം പോയി നോക്കുമ്പോഴാണ് ലോറ വാതിലടച്ചിട്ട് പുറത്ത് കുറച്ചധികം പ്രായമായ ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത്. ലോറ ഇങ്ങനെ രഹസ്യം പറയുന്നത് പോലെ വളരെ പതുക്കെ കേട്ടോ പറയുന്നത്. കാര്യം എന്താണെന്നറിയാനായിട്ട് എല്ലാ ജനലിലൂടെ നോക്കുമ്പം ആരെയും കാണത്തില്ല. പക്ഷെ അന്നേരമാണ് ഐക്ക് അവിടെ ഇരുന്ന് കീബോർഡ് വായിക്കുന്നത്. ആ ശബ്ദം കേട്ട് ലോറയെല്ലാം ശരിക്കും ഞെട്ടിപ്പോവും. അന്നേരമാണ് ഗ്രാമത്തിലെ തീയും പുകയും കണ്ടിട്ട് അതെന്താണെന്നറിയാനായിട്ട് ലൂക്കസും കിമ്മും അവിടേക്ക് വരുന്നത്. ഇവര് നോക്കുമ്പം റിസപ്ഷന് വന്നവരൊക്കെ ആരാണ്ട് കൊന്നിട്ടിരിക്കുക.
ഉടനെ എമർജൻസിയിൽ വിവരം പറയാനായിട്ട് ലൂക്കസ് വിളിച്ചു നോക്കുമ്പം ആ ലൈൻ എല്ലാം ബിസിയാ. ആ സ്ഥിതിക്ക് ഇവിടെ മാത്രമല്ല, മൊത്തത്തിൽ എന്തോ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. അന്നേരമാണ് ലൂക്കസ് പ്രായമായ കുറച്ച് പേരിങ്ങനെ ആളുകളെ കൊല്ലുന്ന ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ആ കൂട്ടത്തിലൊരാള് ലൂക്കസിനെ കണ്ടിട്ട് ഒരു മഴുവായിട്ട് അയാളുടെ നേരെ ഓടി വരും. ഭാഗ്യത്തിന് ലൂക്കസും കിമ്മും അപ്പോഴേക്കും കാറിൽ കയറി രക്ഷപ്പെടും. ഇവിടെ എല്ലയും ലോറയും അപ്പൂപ്പന്റെ വീണവായന കേട്ടോണ്ട് നിൽക്കുമ്പോഴാണ് കതകിലാരോ മുട്ടുന്നത്. എല്ല അത് ആരാന്ന് നോക്കാൻ പോകുമ്പം ലോറ വേണ്ടാന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ല അത് ശ്രദ്ധിക്കാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി നോക്കും. പുറത്തു നിൽക്കുന്നത് വേറെ ആരുമല്ല, നേരത്തെ ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പം എല്ലേ മോളാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു അപ്പൂപ്പനില്ലേ, ആ അപ്പൂപ്പൻ അവിടെ നിൽക്കുന്നേ. അയാള് കയ്യിലിരിക്കുന്ന ബുക്കില് ഒരു പേജ് കീറി അവിടെ കയ്യിൽ കൊടുക്കും. അത് പണ്ട് ചെകുത്താന് വേണ്ടിയിട്ട് പ്രായമായവരോടുള്ള ബഹുമാനാർത്ഥം പറയുന്ന ഒരു പ്രാർത്ഥനയാ. അന്നേരമാണ് ലോറ വീടിനടുത്ത് പതുങ്ങി സനയുടെ വിവാഹ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഡെയ്സി മുത്തശ്ശിയെ കാണുന്നത്. ഓർമ്മയുണ്ടോ ബെഡിൽ നനങ്ങാൻ പറ്റാതെ കിടന്ന ഒരു മുത്തശ്ശിയുടെ കാര്യം ഞാൻ പറഞ്ഞത്? ആ മുത്തശ്ശിയാട്ടോ ഇത്. ഉടനെ ലോറ പേടിച്ച് എല്ലയെ വിളിക്കും. ആ വസ്ത്രം കണ്ട എല്ലയ്ക്ക് സന അപകടത്തിലാണെന്ന് മനസ്സിലാവും. അപ്പോഴേക്കും ഡെയ്സി മുത്തശ്ശി അതിവേഗത്തിൽ അവിടുന്ന് ഓടിപ്പോവും. ഉടനെ അകത്ത് കയറി വാതിലും ജനലും എല്ലാം അടയ്ക്ക്, ഞാൻ വിളിക്കാതെ തുറക്കരുതെന്നും അകത്തേക്ക് വേഗം കയറാൻ ലോറയോട് പറഞ്ഞിട്ട് എല്ലാം നേരെ സനയും മാലികയും കിടക്കാൻ പോയ ആ വുഡ് ഹൗസ് ഇല്ലേ, അവിടേക്ക് പോവും. അകത്ത് കയറി വാതിലടച്ചെങ്കിലും ലോറയ്ക്ക് അപ്പൂപ്പനെ ചെറിയൊരു പേടിയുണ്ട്. വുഡ് ഹൗസിനകത്ത് ചെന്ന എല്ല കാണുന്നത് മരിച്ചു കിടക്കുന്ന മാലിക്കിനെയും സനയുമാണ്. അന്നേരമാണ് നമ്മുടെ ഡെയ്സി അമ്മൂമ്മ ഒരു കത്തിയുമായിട്ട് അവിടെ ഇരിക്കുന്നത് എല്ല കാണുന്നത്. പേടിച്ചു പോയ എല്ല തിരിയുമ്പോഴേക്കും ലൂസിഫർ വന്നിട്ട് അവളെ ആക്രമിക്കും. ആ വീട്ടിൽ വേറെയും പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഉടനെ എല്ല ഒരു വിധത്തിൽ ജനല് തുറന്ന് അതിന്ന് താഴേക്ക് ചാടിയിട്ട് വീടിന് നേരെ ഓടിപ്പോവും. അപ്പോഴേക്കും കാറില് ലൂക്കസും കിമ്മും അവിടേക്ക് വരും. എല്ലയ്ക്കാണേല് എന്താ പറ്റിയെന്ന് പേടി കാരണം പറയാനും പറ്റുന്നില്ല. അപ്പോഴേക്കും ലൂക്കസും കിമ്മും അവളെയും കൊണ്ട് നേരെ വീടിനകത്തേക്ക് പോവും. ലൂക്കസിന്റെ ശബ്ദം കേട്ട് ലോറ ഓടിപ്പോയി കതക് തുറക്കും. മൂന്ന് പേരും അകത്ത് കയറി കഥ കടച്ചതും എല്ലാ നോവ എവിടെയെന്ന് ലോറയോട് ചോദിക്കും. അവള് നോക്കുമ്പം ആദ്യം നോവ ബെഡിൽ കിടക്കുന്ന കണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ട് അലക്സിനെ വിളിച്ചപ്പം അവനെ കിട്ടുന്നില്ല. തിരികെ നോവ കിടക്കുന്ന റൂമിൽ പോയി നോക്കുമ്പം നോവയും കാണുന്നില്ല. നോവയെ കാണുന്നില്ലെന്ന് കേട്ട് എല്ലാ അവനെ നോക്കാനായിട്ട് പോകുമ്പം അച്ഛനും അവിടെ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നോവയെ വീട് മൊത്തം തെരഞ്ഞിട്ടും അവനെ കാണുന്നില്ല. ഉടനെ എല്ലാ വീട്ടിലുണ്ടായിരുന്ന ഒരു പിസ്റ്റൾ എടുത്തിട്ട് എന്ത് വന്നാലും പുറത്തിറങ്ങരുതെന്നും പറഞ്ഞിട്ട് നോവയെ തിരക്കി പുറത്തേക്ക് പോകും. നീ എന്തേ ചെയ്യാൻ പോകുന്നതെന്ന് ലൂക്കസ് ചോദിക്കുമ്പോഴാണ് മാലിക്കും സനയും മരിച്ച കാര്യം എല്ലാ അയാളോട് പറയുന്നത്. അയാൾ തടയാൻ നോക്കിയിട്ടും എല്ലാ ജനൽ വഴി പുറത്തിറങ്ങും. ഇത് കണ്ട് ലൂക്കസും എല്ലയ്ക്കൊപ്പം പുറത്തിറങ്ങാൻ പോകുമ്പം ലൂക്കസിന് എന്തെങ്കിലും പറ്റുമെന്നറിയാവുന്ന കിം അയാളെ തടയും. എല്ലാവരും കൂടി പോകുന്നത് അപകടമാ. എല്ലയുടെ കയ്യിൽ തോക്കുണ്ട്, അതുകൊണ്ട് അവക്ക് സേഫ് ആയിട്ട് തിരികെ വരാം. നീ പോവല്ലേ എന്ന് പറഞ്ഞ് കിം ബഹളം വെക്കുമ്പം ഒന്നും സംഭവിക്കത്തില്ല, ഞാൻ വരുന്നത് വരെ ലോറയെ നീ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് ലൂക്കസും പുറത്തേക്ക് ഇറങ്ങും. എല്ലാ പുറത്തിറങ്ങി നോക്കുമ്പം ആയുധങ്ങളുമായിട്ട് പ്രേതബാധ കൂടിയ എല്ലാ വൃദ്ധരും ആ വീടിന് ചുറ്റും നിപ്പുണ്ട്. എന്റെ കുഞ്ഞെവിടെ ഇല്ല, എല്ലാത്തിനെയും ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ് എല്ലാ ബഹളം വെക്കുമ്പോഴാണ് ആ വൃദ്ധന്മാർക്കൊപ്പം നിൽക്കുന്ന ഐക്കിനെയും അവൾ കാണുന്നത്. ഇതോടെ സകല നിയന്ത്രണവും തെറ്റിയ എല്ലാ സ്വന്തം അച്ഛനാന്ന് പോലും നോക്കാതെ താൻ എന്റെ കൊച്ചിനെ എന്തേലും ചെയ്തോടോ എന്നും ചോദിച്ചിട്ട് ഐക്കിനെ ആക്രമിക്കും. പിന്നാലെ വന്ന ലൂക്കസ് അവളെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ തള്ളിമാറ്റി എന്റെ മോൻ എവിടെയെന്നും ചോദിച്ചിട്ട് അവള് ഐക്കിനെ തല്ലാൻ തുടങ്ങും. അപ്പോഴേക്കും എല്ലയെ ലൂക്കസ് ഒരു വിധത്തിൽ പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരമാണ് വീടിനകത്തിരിക്കുന്ന ലോറയും കിമ്മും ജനല് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ജനല് പൊട്ടിച്ചാൽ ഈസി ആയിട്ട് വീടിനകത്തേക്ക് കയറാം. ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ച് ലോറ പോയി നോക്കുമ്പം ഭാഗ്യത്തിന് ആരും അകത്തേക്കൊന്നും കയറിയിട്ടില്ല. അപ്പോഴാണ് വീടിനകത്തേക്ക് വരുന്ന ലൂസിഫറിനെ കിമ്മ് കാണുന്നത്. കിമ്മു മാത്രമല്ല, ലോറ അയാളെ കണ്ടു. ലൂസിഫർ ആണെങ്കിൽ വാതിൽ തുറന്നിട്ട് കുറെ പ്രായമായ ആൾക്കാരെ അകത്തോട്ടും കയറ്റും. എന്നിട്ട് കിമ്മിനെ ഉപദ്രവിക്കാൻ വരുമ്പം കിമ്മ് തനി കൊണോ അങ്ങ് കാണിക്കും. നിങ്ങളൊക്കെ പയ്യാതെ കിടന്നപ്പോൾ ഞാനല്ലേ നോക്കിയത്, ഈ നിൽക്കുന്നവളെ വേണേ കൊന്നോ, എന്നെ വെറുതെ വിടാൻ ലോറയെ കാണിച്ചിട്ട് ലൂസിഫറിനോട് കിമ്മ് പറയും. ഇത് കേട്ട് എല്ലാം കൂടെ ലോറയുടെ നേരെ ചെല്ലും. അവളുടെ അലർച്ച പുറത്തു നിന്ന് എല്ലയും ലൂക്കസും കേൾക്കുന്നുണ്ട്. അവരുടനെ ഓടി വീടിനകത്ത് ചെന്ന് നോക്കുമ്പം കിമ്മാണില് പേടിച്ച് വരച്ചിട്ട് ഏതാണ്ടൊക്കെ മന്ത്രവും ചൊല്ലി അവിടെ ഇരിപ്പുണ്ട്. ലോറ എന്തേ, അവൾ എന്തിനാ കരഞ്ഞെന്ന് ലൂക്കസ് ചോദിക്കുമ്പം അവരാക്രമിക്കാൻ വന്ന് എന്റെ മോളല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെന്ന് കിം അവനോട് പറയും. അപ്പോഴേക്കും എല്ലാ ലോറയുടെ നിലവിളി കേട്ടിടത്തേക്ക് ചെന്നിട്ട് മുന്നിൽ കണ്ട അപ്പാപ്പന്മാരെ എല്ലാം വെടിവെച്ചിടും. ലൂക്കസും കൂടെ ചെല്ലുന്നുണ്ട്. ലോറെ ആക്രമിക്കാൻ ശ്രമിച്ച ലൂസിഫറിനെ എല്ലാം വെടിവെക്കാൻ നോക്കുമ്പം അയാള് കയ്യിലിരിക്കുന്ന ആ ഇരുമ്പിന്റെ ഉണ്ടയുണ്ടല്ലോ, അത് കൃത്യമായിട്ട് അവളുടെ നെറ്റിയിലേക്ക് എറിഞ്ഞിട്ട് അവളെ സൈഡാക്കും. എന്നിട്ട് ലൂക്കസിന് നേരെ തിരിയും. ലൂക്കസിനെ അയാൾ കൊല്ലുന്നതിന് മുമ്പ് ബോധം വന്ന എല്ലാ ഒരു ഇരുമ്പ് പാത്രം വെച്ച് തലക്കടിച്ച് അയാളെ സൈഡാക്കും. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒരു ഏകദേശ ധാരണ ഇപ്പോഴാണ് എല്ലാവർക്കും കിട്ടിയത്.
പണ്ടുള്ളവർ പറഞ്ഞ ആ പിശാജ് ഇയാളുടെ ദേഹത്ത് കയറിയതാന്ന് എല്ലയ്ക്കും ലൂക്കസിനും മനസ്സിലാവും. ഇതെല്ലാം കണ്ടിട്ട് അനങ്ങാതെ കിമ്മും വാതിലിൽ നിപ്പുണ്ട്. ലൂസിഫറിനെ ലൂക്കസും എല്ലയും ചേർന്ന് ടേപ്പ് ഉപയോഗിച്ച് കെട്ടിയിടും. ഇയാളെ അറിയാവോന്ന് ലൂക്കസ് കിമ്മിനോട് ചോദിക്കുമ്പം ആളെ അറിയാം, പക്ഷെ വന്നിട്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ, ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് അറിയത്തുമില്ല. അപ്പോഴേക്കും ലൂസിഫർ ഉണരും. ഉടനെ ലൂക്കസ് അമ്പിയും എല്ല അന്യനും ആവും. ലൂക്കസ് എന്റെ മോൻ എവിടെ, അതൊരു ചെറിയ കുട്ടിയോ, ഉപദ്രവിക്കരുതെന്ന് കരഞ്ഞു പറയുമ്പം എല്ല വന്നിട്ട് അന്യനെ പോലെ മര്യാദയ്ക്ക് എന്റെ മോൻ എവിടെയെന്ന് ചോദിച്ച് കത്തിവെച്ച് അയാളെ കുത്തും. എന്നിട്ട് തോക്ക് ചൂണ്ടിയിട്ട് 1 സെക്കൻഡ് സമയം തരാം, അതിനുള്ളിൽ എന്റെ മോൻ എവിടാന്ന് പറഞ്ഞില്ലേല് നീ ആരായാലും ഞാൻ പൊട്ടിക്കുമെന്ന് പറയും. ഇത് കേട്ട് അയാൾ കൂളായിട്ട് ഇതൊക്കെ മനുഷ്യരോട് പോരെ, എന്നോട് വേണോ, ചേച്ചിക്ക് ആള് മാറിപ്പോയി, കൊല്ലാൻ അത്ര ആഗ്രഹമാണേലും കൊന്നോളാൻ പറയും. അപ്പോഴാണ് നോവ അവിടേക്ക് വരുന്നത്. ഉടനെ എല്ലാം ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് നീ ഇതെവിടായിരുന്നു എന്ന് ചോദിക്കും. ഇവര് കരുതിയതുപോലെ ഐക്ക് നോവയെ ഉപദ്രവിക്കാനല്ല, രക്ഷിക്കാനാട്ടോ ശ്രമിച്ചത്. എല്ലാരും പോയതും ഐക്ക് നോവയെ തട്ടിന്റെ പുറത്താക്കി അവിടെ ഒളിപ്പിച്ചിരുത്തും. എന്നിട്ട് അവരിങ്ങോട്ട് വന്ന് നോവയെ പിടിക്കാതിരിക്കാനാണ് ഐക്ക് ഈ അപ്പാപ്പന്മാര് നിന്നിടത്തേക്ക് പോയത്. അപ്പോഴേക്കും നോവയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും. അവൻ ആസ്മയുണ്ടല്ലോ. ഒരു നേഴ്സായിട്ട് പോലും കിം ആണേലും ഒന്നും ചെയ്യാതെ ബ്ലിങ്കസിയാന്നും പറഞ്ഞിട്ട് വടി വിഴിഞ്ഞ പോലെ അവിടെ നിൽക്കുക. ലോറയാണ് ഓടിപ്പോയിട്ട് ഇൻഹെയിലർ എടുത്തുകൊണ്ട് വരുന്നത്. അതോടെ അവൻ ഓക്കെ ആവും. ഇവരിങ്ങനെ ഫാമിലി ആയിട്ട് നിൽക്കുന്നത് കണ്ട കിമ്മിന് ഇങ്ങനൊരു അവസ്ഥയൊക്കെ കണ്ടിട്ട് ദേഷ്യം വരും. തുടക്കത്തിൽ ലൂക്കസിനെ കല്യാണത്തിന് പൊക്കോ, പിള്ളേരെ കണ്ടോ എന്നൊക്കെ പറഞ്ഞത് ചുമ്മാ നല്ല വിള ചമയാനായിരുന്നു കേട്ടോ. അതിപ്പം ഏകദേശം ലൂക്കസിന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ആണി അടിച്ചതുപോലെ നിൽക്കാതെ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ വരാൻ ലൂക്കസ് കിമ്മിനോട് പറഞ്ഞിട്ട് അവ ഹാളിലേക്ക് പോകും. ഇതോടെ ലൂക്കസ് കൈവിട്ടു പോയെന്നുള്ള കാര്യം കിമ്മിന് മനസ്സിലാവും. ആ ഗ്യാപ്പിൽ ലൂസിഫർ കിമ്മിനെ ചെറുതായിട്ടൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കിമ്മ് നേരെ ഹാളിലോട്ട് പോകും. നമ്മുടെ ഡെയ്സി അമ്മമ്മയാണെങ്കിൽ നോവയുടെ ഊഞ്ഞാലിലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവര് എന്തോ മനസ്സിലായതുപോലെ എഴുന്നേറ്റ് പോവും. അവര് വേറെ എങ്ങോട്ടുമല്ല, എല്ലയുടെ വീടിന്റെ മുൻവശത്തേക്കാ പോകുന്നത്. അവിടെ ബാക്കിയുള്ള അപ്പൂപ്പന്മാരെല്ലാം നിപ്പുണ്ട്. കൂട്ടത്തിൽ ഒരു അപ്പൂപ്പൻ ഡെയ്സി അമ്മമ്മയുടെ ചെവിയിൽ ഈ വീടിനകത്ത് ആളുകൾ ഒളിച്ചിരിപ്പുണ്ട്, അതുമല്ല നമ്മുടെ ലൂസിഫറിനെ ഇവരാ കിച്ചണിൽ കെട്ടിയിട്ടിട്ടുണ്ടെന്നും പറയും. എല്ലയും ലൂക്കസും പിള്ളേരുടെ അടുത്ത് തന്നെ ഇനി എന്താ വേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കിമ്മും അവിടെ തന്നെ ഉണ്ട്. ശ്വാസം എടുക്കുന്ന ശബ്ദം പോലും കേൾപ്പിക്കാതെ അവരിങ്ങനെ പകുതി ഇരിക്കുമ്പം നോവയാണേലും അവൻ കുഞ്ഞായോണ്ട് നല്ല ഉറക്കത്തിലുവാ. മുഖത്തെ രക്തം തുടയ്ക്കാനായിട്ട് എല്ലാ ബാത്റൂമിനകത്തേക്ക് ശബ്ദം ഉണ്ടാക്കാതെ പോകുമ്പം ഈ കിമ്മും പിന്നാലെ പോവും. എന്നിട്ട് സ്വന്തം ജീവിതം നോക്കി ലൂക്കസിനെ കളഞ്ഞിട്ട് പോയത് നീയാ, ആ സമയം തകർന്നു പോയ ലൂക്കസിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്, എന്നിട്ടിപ്പം നിങ്ങളെല്ലാരും വീണ്ടും ഒന്നിച്ചു. ഈ നശിച്ച ഗ്രാമത്തിൽ നിന്ന് എനിക്കും നിന്നെ പോലെ സ്വന്തം കാര്യം നോക്കി പോകായിരുന്നു. പക്ഷെ ലൂക്കസിന് ഈ നാട്ടിൽ നിൽക്കാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് ഞാനും ലൂക്കസിനൊപ്പം ഇവിടെ നിന്ന്. ഇപ്പം നിന്നെ കണ്ട കാരണം ലൂക്കസിന് എന്നോട് അകൽച്ച തോന്നി. നിന്റെ അച്ഛനെ പോലും ഞാൻ ആ ഓൾഡ് ഏജ് ഹോമിൽ വെച്ച് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് കിം ഇറങ്ങിപ്പോവും. ഇവളിപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എല്ലയ്ക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ പുറത്തിറങ്ങിയ എല്ലെ കിമ്മ് കയ്യിലിരുന്ന ടോർച്ച് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയിട്ട് അപ്പത്തേക്കും എല്ലയുടെ ബോധം പോവും. എന്നിട്ട് ശബ്ദം ഉണ്ടാക്കാതെ എല്ലയെ വീടിന് പുറത്തിട്ടിട്ട് കഥ അടയ്ക്കും. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ കിം അങ്ങാകത്തോട്ട് പോവും. എല്ല എഴുന്നേറ്റ് നോക്കുമ്പം അവൾ വീടിന് പുറത്താ. പക്ഷെ കുറച്ച് ദൂരെ മാറി ഐക്ക് നിപ്പുണ്ട്. അയാള് ശബ്ദം ഉണ്ടാക്കരുതെന്ന് എല്ലായിടത്ത് ആംഗ്യം കാണിക്കുമെങ്കിലും അപ്പോഴേക്കും പ്രായമായൊരു എല്ലയുടെ നേരെ വരും. അവൾ ഉടനെ കതക് തുറക്കാൻ പറഞ്ഞ് ബഹളം വെക്കുന്നത് വീടിനകത്തിരിക്കുന്ന ലൂക്കസും ലോറയും കേൾക്കും. കിമ്മിന്റെ നിപ്പ് കാണുമ്പോഴേ അവർക്ക് ഇത് കിമ്മിന്റെ പണിയാണെന്ന് മനസ്സിലാവും. ലൂക്കസ് ഓടി വന്നിട്ട് വാതിൽ തുറന്നതും എല്ലയെയും ഒപ്പം ലൂക്കസിനെയും പ്രായമായവർ ആക്രമിക്കും. ഉടനെ ലോറ അവരെ രക്ഷിക്കാനായിട്ട് ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ എടുത്തിട്ട് വാതിലിന് നേരെ വന്നിട്ട് അത് വെച്ചിങ്ങനെ അടിക്കും. ലൂക്കസിന് നല്ല മാരകമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റുന്നുണ്ട്. ഉടനെ അവിടെ നിന്ന കിമ്മ് കരയുന്ന നോവയൊന്നും നോക്കിയിട്ട് മുകളിലോട്ട് പോയിട്ട് ജനല് തുറന്ന് അവള് താഴേക്ക് ചാടും. അവള് വീണത് കണ്ടതും പ്രായമായൊരു ഈ എല്ലയും ലൂക്കസിനെയും വിട്ടിട്ട് അവിടെ അടുത്തോട്ട് പോവും. ശരിക്കും കിം എല്ലയും ലൂക്കസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാട്ടോ സ്വന്തം ജീവൻ ബലി കൊടുത്തത്. അതുകൊണ്ട് എല്ലയും ലൂക്കസും പെട്ടെന്ന് അകത്ത് കയറി വാതിലടയ്ക്കും. ഉടനെ പ്രായമായവരെല്ലാം കൂടെ ആ വാതിലിങ്ങനെ തുറക്കാനായിട്ട് നോക്കും. പക്ഷേ ഡെയ്സി അമ്മുമ്മ മറ്റൊരു വഴിയിലൂടെ ചെന്നിട്ട് ലൂസിഫർ അപ്പൂപ്പന്റെ അടുത്തോട്ട് ചെല്ലും. ലൂക്കസിനാണെങ്കിലും നല്ല രീതിയിൽ പരിക്ക് പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവാ. കുറച്ചു നേരമായിട്ട് ബഹളം ഒന്നും കേൾക്കാത്തോണ്ട് ലോറ വാതിലിനിടയിലൂടെ ഇങ്ങനെ നോക്കുമ്പം പുറത്ത് നിൽക്കുന്നവര് വാതിൽ കത്തിക്കാനായിട്ട് പെട്രോളുമായിട്ട് വരുന്നതാ കാണുന്നത്. അവൾ അത് കണ്ടു ഓടുന്നതിന് മുമ്പേ തന്നെ അവര് വാതിൽ കത്തിച്ചു കഴിയും. ലൂക്കസും മരിച്ചു. രക്ഷപ്പെടാൻ ഇനി ആകെയുള്ള ഒരു വഴി മുൻപ് ഐക്യ പറഞ്ഞ ആ ടണലാ. നമുക്ക് അതുവഴി പോകാമെന്ന് ലോറ പറഞ്ഞതും എല്ലാ പിള്ളേരെയും കൊണ്ട് ആ ടണലിലോട്ട് ഇറങ്ങും. ആദ്യം നോവയും പിന്നെ ലോറയും ഇറങ്ങുമ്പോഴേക്കും വാതിൽ തുറന്ന് പ്രായമായവരും വരും. ഒരുവിധം എല്ലയും ടണലിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് പൂട്ടാനൊരു ഗ്യാപ്പ് കിട്ടുന്നതിന് മുമ്പേ തന്നെ ഈ പ്രേതം കൂടിയവരെല്ലാം കൂടെ അതിനടുത്തോട്ട് വരും.
ലോറ മുമ്പ് നോവയോട് പറഞ്ഞതുപോലെ ഉപയോഗിക്കാതെ കിടന്നുകൊണ്ട് ടണൽ മൊത്തം ചെളിയും പൊടിയും ഒക്കെയാ. ഒരുവിധം അതിലൂടെ രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും പിന്നാലെ വന്ന പ്രേതങ്ങൾ എല്ലേ പിടിക്കും. അവളെ രക്ഷിക്കാനായിട്ട് ലോറ ചെല്ലുമ്പോഴേക്കും എന്നെ നോക്കണ്ട, വേഗം രക്ഷപ്പെടാൻ എല്ലാം വിളിച്ചു പറയും. ലോറയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്നുണ്ട് അവള് നോവയുമായിട്ട് അവരുടെ വീടിനകത്തേക്ക് എത്തും. ഭാഗ്യത്തിന് നോവയ്ക്ക് ഇത്തവണ ആസ്മ വന്നില്ല കേട്ടോ. അപ്പോഴാണ് കയ്യിലിരുന്ന എല്ലയുടെ ഫോണിലേക്ക് അലക്സ് വിളിക്കുന്നത്. അവന്റെ അച്ഛനും അമ്മയും മരിച്ചു. അതുകൊണ്ട് നേരത്തെ അലക്സ് ലോറയും കൊണ്ടുപോയ ആ കടലിനടുത്തോട്ട് വരാനായിട്ട് അലക്സ് പറയും. അവൻ അവിടെ ബോട്ടുമായിട്ട് കാത്തു നിൽക്കും. ലോറ വന്നാലേ അവൻ ബോട്ടുമായിട്ട് പോകത്തുള്ളെന്ന് ഉറപ്പും കൊടുക്കും. ഇത് കേട്ടിട്ട് ലോറ ഒരുവിധം നോവയായിട്ട് പുറത്തിറങ്ങാൻ നോക്കുമ്പം ഐക്ക് അവിടെ നിൽപ്പുണ്ട്. അപ്പൂപ്പനാണേലും പ്രേതം കൂടിയ എന്താ ചെയ്യുന്നത്? ലോറ തോക്കെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടും. ഐക്കിന്റെ നോട്ടം കണ്ട് ലോറ തിരിഞ്ഞു നോക്കുമ്പം തൊട്ടടുത്ത് ലൂസിഫർ നിപ്പുണ്ട്. അയാളുടനെ അവളെ ആക്രമിക്കും. അപ്പോഴാണ് ലോറയ്ക്ക് പണ്ട് എല്ലാ നോവയ്ക്കും ലോറയ്ക്കും ഈ മോൺസ്റ്ററിന്റെ കഥ പറഞ്ഞു കൊടുത്തതും ഇതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഫാമിലിയെക്കുറിച്ച് ജർമ്മനിയിൽ പാടുന്നൊരു പാട്ടുണ്ട്. അതിങ്ങനെ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ പാടണമെന്ന് അലക്സ് പറഞ്ഞതൊക്കെ ഓർമ്മ വരുന്നത്. അവൾ ഉടനെ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ആ പാട്ട് ആ വീട്ടുകാരെല്ലാം ഓർത്തിങ്ങനെ പാടും. അത് കേട്ട് ലൂസിഫറിനും കരച്ചിൽ വരുന്നുണ്ട്. നോവയും ഐക്കിനെ നോക്കി ആ പാട്ട് പാടും. ഉടനെ ഐക്കിനും സ്വന്തം കുടുംബം ഓർമ്മ വരും. ലൂസിഫർ ആണെങ്കിൽ പാട്ട് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ ഐക്ക് അയാളെ വെടിവെക്കും. എന്നിട്ട് ലോറയും നോവയും കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. എന്നിട്ട് അവർ 3 പേരും കൂടെ ഒരുവിധം അലക്സ് പറഞ്ഞ ആ കാട്ടിലൂടെ ഓടി രക്ഷപ്പെടും. ആ ഗ്രാമം മൊത്തം നശിച്ചു കേട്ടോ. അപ്പോഴേക്കും അലക്സ് വന്നിട്ട് നോവയും ലോറയും ഐക്കിനെ രക്ഷിച്ച് ആ ബോട്ടിനകത്തേക്ക് കയറ്റും. പക്ഷെ അപ്പോഴേക്കും ദൂരെ നിന്ന് പ്രായമായ ഒരു കടലിനെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. കടലിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന ലോറയും സംഘത്തിനെയും കാണിച്ചിട്ട് ഈ സിനിമയ്ക്ക് ഇവിടെ കർട്ടൻ ഇടുകയാണ് സുഹൃത്തുക്കളെ. ഇനി പറ, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് മറ്റൊരു അടിപൊളി സിനിമയുമായി കാണാം. ടാറ്റാ.